ലോക ചാപ്റ്റർ 1 മമ്മൂക്കയുടെ കഥാപാത്രമായ മൂത്തോൻ ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയാണ്. ആ സിനിമയുടെ തുടക്കത്തിലെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലെ പല സീനുകൾ കണ്ടാൽ നമുക്കിത് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ മൂത്തോൻ വന്നത്? അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ നമുക്കൊന്ന് വിസ്തരിച്ചൊന്ന് നോക്കാം. അപ്പോൾ അനുനാക്കി എന്നൊരു പുരാതന സംസ്കാരത്തെ ബേസ് ചെയ്താണ് നമ്മളിന്ന് ലോക 1 ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. പുരാതന കഥകളിൽ പലതും നമ്മൾ ഇന്ന് വരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും രസകരമായൊരു വിഭാഗമാണ് അനുനാക്കി. ഇവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇവർ സത്യത്തിൽ ദൈവങ്ങളാണോ അതോ ഭൂമിക്ക് പുറത്ത് നിന്ന് വന്ന ജീവികളോ, അതായത് അന്യഗ്രഹ ജീവികളാണോ? ഇതുമായി ലോക ചാപ്റ്റർ 1 പോലും ഒരു കിടിലൻ ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂത്തോൻ ഒരു അനുനാക്കി അന്യഗ്രഹ ജീവിയായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ആരാണ് ആരാണ് അനുനാക്കി? സുമേരിയൻ സംസ്കാരത്തിലെ കഥകൾ പറയുന്നത് അനുനാക്കി എന്ന് വിളിക്കപ്പെട്ട ഒരു കൂട്ടം ദേവന്മാരെ കുറിച്ചാണ്. ആകാശ ദൈവമായ ആൻ, ഭൂമി ദേവിയായ കി ഇവരുടെ മാതാപിതാക്കളും, പിന്നെ എൻലിൽ, എൻകി പോലുള്ള ശക്തികളോടൊപ്പം മനുഷ്യരുടെ വിധി തീരുമാനിക്കുന്നവരാണ് അനുനാക്കി എന്ന് പഴയ കഥകളിൽ പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഉത്ഭവം, മനുഷ്യൻ എങ്ങനെ പിറന്നു എന്നുള്ളത് പറയുന്നൊരു കഥ. ചില പഴയ പുരാണങ്ങളിൽ, അതായത് ഈ അനുനാക്കി ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇജിജി എന്ന് വിളിച്ചിരുന്ന മറ്റൊരു കൂട്ടം ദേവന്മാർ ജോലി ചെയ്ത് മടുത്തപ്പോൾ എങ്കി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണ്. ആളുകൾക്ക് ജോലി ചെയ്യാൻ, ഭൂമിയിൽ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനു വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നാണ് ഈ കഥയുടെ ആശയം. ആധുനിക യുഗത്തിൽ അനുനാക്കിയെ ഏലിയൻസ് ആയിട്ടും പുറത്തു നിന്ന് വന്ന ജീവികളായിട്ടും ഒക്കെയാണ് കാണുന്നത്. 20-ാം നൂറ്റാണ്ടിൽ എഴുതിയ എഴുത്തുകാർ പറയുന്നു, അനുനാക്കി ദൈവങ്ങളല്ല, അവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്ന വിദേശികളാണെന്ന്. ഇവർ നിബിരു എന്നൊരു ഗ്രഹത്തിൽ നിന്നും വന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർ ഭൂമിയിൽ സ്വർണം ശേഖരിക്കാൻ മനുഷ്യരുണ്ടാക്കി എന്നും പറയുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, ശാസ്ത്രലോകം ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇത് പ്യുവർ തിയറി മാത്രമാണ്. അപ്പോൾ സ്യൂഡോ സയൻസ് ആയിട്ട് വേണമെങ്കിലും ഇതിനെ കാണാവുന്നതാണ്. ഇതിനൊന്നും സയൻറ്റിഫിക് പ്രൂഫില്ല. അപ്പോൾ ലോക ചാപ്റ്റർ 1 നമ്മൾ കണ്ട ഒരു മെയിൻ കഥാപാത്രം, അതായത് മമ്മൂക്കയുടെ മൂത്തോൻ എന്ന കഥാപാത്രം തൻ്റെ ഗ്രഹത്തിൽ നടന്നൊരു യുദ്ധം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്നൊരു വിദേശിയാണ്. അവൻ മനുഷ്യർക്ക് അഗ്നി നൽകി സംസ്കാരം തുടങ്ങാൻ സഹായിച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ അനുനാക്കി കഥകൾ ഓർക്കുന്നുണ്ടോ? എങ്കി മനുഷ്യരെ സൃഷ്ടിച്ചു, അറിവ് നൽകി എന്ന് പറയുന്ന കഥയും ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പലർക്കും ലോക ചാപ്റ്റർ 1 അനുനാക്കിയുടെ കഥകളോട് ബന്ധിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അനുനാക്കി സത്യത്തിൽ ഉണ്ടായിരുന്നോ? അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് അവരെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നാണ്. കഥകളുണ്ട്, പക്ഷെ അവരെ വിദേശികൾ എന്ന് പറയാൻ ഒരു തെളിവ് ഇപ്പോൾ ഇല്ല. എങ്കിലും ഈ കഥകൾ ഇന്നും നമ്മളെ വളരെയധികം ഫാസിനേറ്റ് ചെയ്ത് നമ്മുടെ ഇമാജിനേഷനെ വളർത്തുന്ന പല കഥകളുമാണ് ഈ അനുനാക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തുള്ളത്. അപ്പോൾ ലോകിങ് അനുനാക്കിയുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളൊരു മെയിൻ റീസൺ ഈ മൂത്തോൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി തന്നെയാണ്. ഇപ്പം മമ്മൂക്കയുടെ കഥാപാത്രമായ മൂത്തോൻ വേറൊരു ഗ്രഹത്തിൽ നിന്നും വന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏലിയൻസും അനുനാക്കി എന്നുള്ള കോൺസെപ്റ്റൊക്കെ കയറി വരുന്നതാണ്. അപ്പോൾ ആ ഓപ്പണിംഗ് ടൈറ്റിൽസിൽ നമ്മൾ കണ്ടാണ് ഒരു സ്പേസ് ഷിപ്പ് ഭൂമിയിൽ വന്ന് ക്രാഷ് ആവുന്നതും അതിൽ നിന്നൊരു സ്ത്രീ പുറത്തോട്ട് വരുന്നതായിട്ടൊക്കെ. അപ്പോൾ അത് ഇഷ്ടാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വരവും മമ്മൂക്കയുടെ മൂത്തോൻ എന്ന കഥാപാത്രം ഒരു ഗ്രഹത്തിൽ നടന്ന യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഭൂമിയിലേക്ക് വന്നതും മറ്റു ഗ്രഹത്തിൽ ജീവൻ്റെ അടയാളങ്ങൾ കണ്ടെത്തി ബന്ധം സ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് മൂത്തോനെ ഭൂമിയിലോട്ട് അയക്കുന്നത്. ഭൂമിയിലെത്തിയ മൂത്തോൻ മനുഷ്യരെ കണ്ടപ്പോൾ അവർക്ക് തീയും അറിവും നൽകി അവരെ മുന്നോട്ട് നയിക്കുന്നു. മനുഷ്യരുടെ സംസ്കാരത്തിന് തുടക്കം കൊടുക്കുന്നത് അവൻ്റെ അമ്മ നൽകിയ ദൗത്യം പാലിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. ഇഷ്ടാർ മൂത്തോനൊപ്പം നിന്ന ഒരു സഹായിയും വളരെയധികം ശക്തിയും കരുണയും നിറഞ്ഞൊരു വഴികാട്ടിയുമായ ഒരു ദേവിയായിരുന്നു. ഭൂമിയിലെ ആളുകൾ അവളെ ഉടൻ തന്നെ ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. ഈ കഥയെ സുമേരിയൻ പുരാണങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഒരുപാട് സാമ്യങ്ങൾ കാണാം. അനുനാക്കി കഥകളിൽ എങ്കി മനുഷ്യർക്ക് അറിവ് നൽകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. ഇനാന, ഇഷ്ടാർ പോലുള്ള ദേവികൾ മനുഷ്യർക്കിടയിൽ ആരാധിക്കപ്പെട്ടു. ലോക ചാപ്റ്റർ 1 മൂത്തോനും ഇഷ്ടാറും സുമേരിയൻ കഥകളിലെ എൻകി, ഇനാന എന്ന അനുനാക്കി സാമ്യം വ്യക്തമാക്കുന്നു. മൂത്തോൻ ഒരു ഏലിയൻ മാത്രമല്ല, തൻ്റെ അമ്മയുടെ സന്ദേശം പല ലോകങ്ങളിൽ എത്തിക്കുന്ന ഒരു സന്ദേശവാഹകൻ കൂടിയാണ്. ലോക ചാപ്റ്റർ 1 അവൻ്റെ കഥ അനുനാക്കി പുരാണങ്ങളിൽ നിന്നും നമ്മൾ കേട്ട മനുഷ്യർക്ക് ദൈവങ്ങളിൽ നിന്നും ലഭിച്ച അറിവ് എന്ന ആശയത്തിൻ്റെ പുതിയൊരു രൂപം തന്നെയാണ്.
ദേ ലിവ് അമങ് അസ് എന്ന ലോകയുടെ ട്രെയിലറിലും മറ്റും കണ്ടത് ഇതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ലോക ചാപ്റ്റർ 1 ആ മൂത്തോൻ എന്ന കഥാപാത്രം പുരാതന മിത്തുകളും മോഡേൺ സൈഫൈ കഥകളും ചേർന്ന് നമ്മളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മിക്സ് പോലെയാണ്. അപ്പോൾ ഇനി വരുന്ന ലോകയുടെ ചാപ്റ്ററുകളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുനാക്കി ദൈവങ്ങളാണോ അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന ഏലിയൻസ് ആണോ? കമൻസിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോക ചാപ്റ്റർ 1 കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.